തുടങ്ങല്ലേ? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദ്, വന്യരായ സദസ്സിലും ഉള്ള നേതാക്കന്മാർ, നമ്മുടെ ഈ സദസ്സിനെ സാഗൂതം ശ്രദ്ധിക്കുന്ന നല്ലവരായ സൂഫി ഗാനസ്നേഹികൾ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ വേദിയിൽ എത്തിപ്പെടാൻ സാധിച്ചത്. ഈ പ്രൗഢമായ സദസ്സിൽ വന്നു ചേരാൻ സാധിച്ചതിൽ സന്തോഷം. അൽഹംദുലില്ലാ. സൂഫിസത്തെക്കുറിച്ചും ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ വിനീതൻ എഴുതിയ ഒന്ന് രണ്ട് പാട്ടുകളും പക്കമേളങ്ങളൊന്നുമില്ലാതെ വെറുമൊരു ചെറിയ ദഫിൻ്റെ അകമ്പടിയോടെ 4 വരി 8 വരി 16 വരിയൊക്കെ പാടുകയാണ് നമ്മുടെ ഈ സെഷൻ്റെ ഉദ്ദേശമെന്ന് നമ്മുടെ സംഘാടകർ എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. സൂഫിസത്തിൻ്റെ ആത്മസത്ത എന്താണ് എന്നുകൂടെ പറയണമെന്നും എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. സംഘാടകർ പറയുന്നത് മുഴുവൻ പറയുക എന്നുള്ളത് ആരാലും സാധ്യമല്ല. പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷേ ഇത് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനിയും പറയാനുള്ള ആയുസ്സും ആരോഗ്യവും ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഈ കൊച്ചു സദസ്സിലാണ് പറയുന്നത് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷേ ഇത് ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾ അല്ലെങ്കിൽ റെക്കോർഡ് അത് ലോകം മുഴുവൻ എത്താൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പോലെ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ പറയുക എന്നുള്ളത് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. എന്നാലും സൂഫിസത്തെക്കുറിച്ച് പറയാനും സൂഫി ഗാനങ്ങൾ പാടുവാനും ഒരു സെഷൻ ഇവിടെ അനുവദിക്കപ്പെട്ടതിലുള്ള സന്തോഷം കൊണ്ടാണ് കൊടുവള്ളിയിലുള്ള ഒരു പ്രോഗ്രാം അത് കുറച്ച് നേരത്തേക്ക് മാറ്റിക്കൊണ്ട് അത് കഴിഞ്ഞിങ്ങോട്ട് ഓടിയെത്തിയത്. അഷ്ട സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആധുനിക കാലത്ത് മനുഷ്യരോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു സെഷൻ അനുവദിച്ചു തന്ന ഈ നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ സംഘാടന സമിതിക്ക് എത്ര അഭിനന്ദനങ്ങൾ അറിയിച്ചാലും മതിയാവുകയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ എന്തത്ര പറയാനുള്ളത്? ഇതിലൊന്നും പറയാനില്ല. അതാണ് അതിൻ്റെ രസം. അതുകൊണ്ടാണ് സൂഫികൾ ഗാനങ്ങളിലൂടെ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. സൂഫി ഗാനം, സൂഫിസം ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ വിചാരിക്കും അതിലൊരു സൂഫി എന്നുള്ളൊരു പദമുള്ളത് കൊണ്ട് സൂഫി ഗാനം കേട്ടാൽ സൂഫിസത്തെക്കുറിച്ച് നമുക്കെല്ലാം അരച്ചു കലക്കി കുടിച്ചു കളയാവുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കടലും കടൽക്കാറ്റും പോലെയുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ സൂഫിസത്തിന്. സൂഫിസം കടലാണെങ്കിൽ സൂഫി ഗാനങ്ങൾ ഒരു കടൽക്കാറ്റാണ്. കടലിൻ്റെ നേർത്ത ഉപ്പ്, നേർത്ത കുളിർമ ഒക്കെ കടൽക്കാറ്റിലുള്ളതുപോലെ ഒരു കടലിനെ അങ്ങോളം ആവാഹിച്ച ഒരു കാറ്റ് അടിച്ചു വീശുകയില്ല. അതിന് സുനാമി എന്നൊക്കെ പറയാം. ഒരു സുനാമി അടിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തതുപോലെ സൂഫിസത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ മുമ്പിൽ ആരുമുണ്ടാവുകയില്ല. അതുകൊണ്ട് മഹാരഥന്മാരായ ആളുകൾ ഒരു കടൽക്കാറ്റ് പോലെയാണ് സൂഫി ഗാനത്തെ കണ്ടത്. സൂഫിസത്തിൻ്റെ നേർത്ത കുളിർമ, അതിൻ്റെ നേർത്ത ഉപ്പുരസം, ആ കടലിൻ്റെ സങ്കടം, ആ കടലിൻ്റെ ആർദ്രത, അതൊക്കെയാണ് കടൽക്കാറ്റിലുള്ളത്. അതുപോലെ സൂഫി ഗാനത്തിലും സൂഫിസത്തിൻ്റെ പരിസരങ്ങളാണുള്ളത്. യഥാർത്ഥത്തിൽ സൂഫിസത്തെക്കുറിച്ച് ഒരു സൂഫി ഗാനത്തിലും ഇല്ല.
ഗാനങ്ങളാണ് ജനങ്ങളോട് സംവദിക്കാൻ സൂഫികൾ തിരഞ്ഞെടുത്ത മാധ്യമം എന്ന് മാത്രം. പച്ചയായി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് പാട്ടിലൂടെ പറയാൻ പറ്റും. നേരിട്ട് ഇപ്പം എനിക്കിങ്ങനെ ഇരുന്ന് പറയാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് പാടാൻ കഴിയും. കാരണം പാട്ടിൽ അതിൻ്റേതായ ശ്രുതിയും താളങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെ മൂർച്ച നിങ്ങളെ മുറിവേൽപ്പിക്കുകയില്ല. അതിൻ്റെ മൂർച്ച നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയില്ല. കാരണം സൂഫിസം എന്ന് പറഞ്ഞാൽ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണ യാത്രയാണ്. കണ്ടെത്തിയാൽ പിന്നെ സൂഫി ഗാനമില്ല. കണ്ടെത്തുന്നത് വരെയുള്ള ഈനാസ് അല്ലെങ്കിൽ ഒരു നേരം പോക്കാണ് സൂഫി ഗാനം. അതുകൊണ്ട് തന്നെ സൂഫികൾ അവരെന്താണ് ഉദ്ദേശിച്ചത് അത് കണ്ടെത്തുന്നത് വരെ ദർവീഷുകളായി മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും കാനന പ്രാന്തപ്രദേശങ്ങളിലും കടൽക്കരയിലും പുഴക്കരയിലും എവിടെയൊക്കെയോ ആർദ്രതയുണ്ടോ, പ്രകൃതിയുടെ സംഗീതമുണ്ടോ, എവിടെയൊക്കെയോ കുയിലുകൾ പാടുന്നുണ്ടോ, എവിടെയൊക്കെയോ ചിത്രശലഭങ്ങളുടെ നേർത്ത ചിറകടിയൊച്ചയുണ്ടോ, അവിടെയൊക്കെ ഒന്ന് കാതോർത്താൽ അതിൽ നിന്നെല്ലാം ഒരു സൂഫി ഗാനത്തിൻ്റെ താളം നമ്മിലേക്ക് അറിയാതെ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. കാണുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സൂഫിത്തം, സൂഫി ഗാനം ഈ ചെവി കൊണ്ട്, നമ്മുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ തലയുടെ രണ്ട് വശമുള്ള ചെവി കൊണ്ട് കേൾക്കേണ്ടതല്ല. അത് പാടുന്ന ആളെ കണ്ണടച്ചു വേണം കാണാൻ. അത് കേൾക്കേണ്ടത് ഹൃദയം കൊണ്ട് മാത്രം. പണ്ടൊക്കെ ഇന്ത്യയിൽ, ഭാരതത്തിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്. ബോറടിക്കുന്നുണ്ട്, ഞാൻ പാട്ടിലേക്ക് വരാം. ഇതിൻ്റെ ആമുഖം പറയണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ് പറയുന്നത്. ഭാരതത്തിലൊരു പഴമൊഴിയുണ്ട്. നിങ്ങളൊരു ഗാനം കേട്ടാൽ, നിങ്ങളെ ഹൃദയത്തിനെ സ്പർശിക്കുന്ന ഒരു പാട്ട് കേട്ടാൽ ഒരിക്കലും അതിൻ്റെ കർത്താവിനെ തിരഞ്ഞു പോകരുത്. ആ കവിയെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയേ ചെയ്യരുത്. കാരണം കാണുന്ന മാത്രയിൽ നിങ്ങൾക്ക് ആ പാട്ടിനോടുള്ള ഇമ്പം നഷ്ടപ്പെടും. നമ്മളൊരു വലിയ കവിത കേട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കവിത എഴുതിയ ആളും നമ്മുടെ മനസ്സിലൊരു വലിയ മഹാത്മനൊക്കെ ആയിരിക്കും. പക്ഷേ തെരഞ്ഞു പോകുമ്പോൾ കവിത എഴുതിയാൽ ഏതോ തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് ചിലപ്പോൾ തെങ്ങിന് കിളക്കുന്നുണ്ടാകും. പാടത്ത് വിത്തെറിയുന്നത്, അതൊക്കെ മോശമായ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആര് ഇത് പറഞ്ഞു എന്ന് അന്വേഷിക്കുന്നതിന് പകരം എന്തു പറഞ്ഞു എന്ന് മാത്രമേ അന്വേഷിക്കാവൂ എന്ന് പഴമക്കാർ പറയാറുണ്ട്. നിങ്ങളോട് അത് എൻ്റെ വാക്കായിട്ട് പറഞ്ഞതല്ല. അപ്പം നിങ്ങൾ സൂഫി ഗാനം കേൾക്കുമ്പോൾ പാടുന്ന ആൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവരുത്. പറയുന്ന ആൾ നമ്മുടെ മുമ്പിലോ നമ്മുടെ കൺവെട്ടത്തോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളത് കണ്ണടച്ച് കേൾക്കുക. കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പിൽ നിങ്ങനെ കണ്ണടക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു മാധ്യമം, പാട്ടും നിങ്ങൾക്കും ഇടയിൽ ഈ ഒരു മാധ്യമം തടസ്സമാകാൻ പാടില്ല. ഒരു അഷ്റഫാലപ്പെട്ടി എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്കിടയിലും ആ പാട്ടിൻ്റെ ഇടയിലും ഒരു തടസ്സമായി വരാൻ പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൂഫി ഗാനത്തിൻ്റെ ഇടയിൽ മറ്റൊരു മാധ്യമങ്ങളും ആവശ്യമല്ല. അത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ് കേൾക്കേണ്ടത്, കാണേണ്ടത്. ഹൃദയത്തിൻ്റെ കാതുകൊണ്ട് കേൾക്കുക, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക. അത് സൂഫിഗാനം അങ്ങനെയേ അനുഭവിക്കാവൂ. നിങ്ങൾക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത പല പദപ്രയോഗങ്ങളും ഒറ്റവാക്കിൽ മനസ്സിലാവാത്ത പല പദങ്ങളും സൂഫി ഗാനങ്ങളിൽ ഉപയോഗിക്കും. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒറ്റ ഉദാഹരണം പറയാം. കള്ള് നിഷിദ്ധമായ, അശുദ്ധമായ ഒരു കാര്യമാണ്, അല്ലേ? ഉറപ്പല്ലേ? നിങ്ങളും ഇതിൽ പങ്കെടുക്കുക. ടോക്കാണല്ലോ. ഞാൻ മാത്രം ഒരു റേഡിയോ പോലെ പറയരുത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, ചോദ്യങ്ങൾ ചോദിക്കാം. കള്ള് നമുക്ക് നിഷിദ്ധമാണ്, അത് അശുദ്ധമാണ്. അതിനെക്കുറിച്ച് ഒരു മതപരമായ വേദിയിൽ ഉപമയായിട്ട് എടുക്കാൻ പോലും പാടില്ല. ചികിത്സക്ക് പോലും കുടിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം. പക്ഷെ സൂഫി ഗാനങ്ങളിൽ മസ്തിനെ കുറിച്ച് പറയും, കള്ളിനെ കുറിച്ച് പറയും,
അവർ എൻ്റെ ബാക്കി കള്ളാണ് കുടിച്ചത്, അതും എനിക്ക് മസ്ത് പിടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കള്ളാണ് മറ്റുള്ള മശായിഖന്മാർ കുടിച്ചതെന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കള്ള് അല്ലെങ്കിൽ മറ്റ് വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ ഒന്നും ഹക്കീക്കിയായ, ഞാൻ അറബിയല്ല പറയാ, യാഥാർത്ഥപരമായ അർത്ഥത്തിലൊന്നും എടുത്തുകൂടാ. അങ്ങനെ യഥാർത്ഥത്തിൽ എടുത്താൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ, അലി ഇബ്നു സൈനുൽ ആബിദീൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വലിയ ബിംബാരാധകനായി മുദ്രകുത്തും എന്ന് മഹാരഥന്മാർ പണ്ടേ പറഞ്ഞു വെച്ചത് കൊണ്ടാണ് ഇത് പറയാത്തത്, ഇത് പാടുന്നത്. സൂഫിസം പറഞ്ഞുകൂടാ, അത് പാടാനേ പാടും. ഏതായാലും എന്നെ ഇവിടെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ എഴുതിയ അത് സൂഫി ഗാനങ്ങളാണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, 1-2 പാട്ടുകൾ ദഫിൻ്റെ കമ്പടിയോടെ പാടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. ബഹുമാനപ്പെട്ട ഫൈസൽ മാഷ് ഇവിടെ ഉണ്ട്. ഫൈസൽ മാഷുടെ വേദിക്ക് ശേഷം ഒരു പാട്ട് പാടുക എന്നുള്ളത് അത് തികച്ചും അസംഭവ്യമാണ്. കാരണം നമുക്ക് പാടാനുള്ളതും പറയാനുള്ളതൊക്കെ മൂപ്പര് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പരങ്ങനെ ഇരുന്ന് പറയും, അതങ്ങനെ അനർഗള നിർഗളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാഹം പോലെ, ദൈവികമായ അനുഗ്രഹം ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ നമുക്കൊന്നും പറയാൻ കിട്ടത്തില്ല. അതങ്ങനെ എവിടുന്നാ വരുന്നത് ഒരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അത്ഭുതപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേജിൽ വീണ്ടും അതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ ഹുബൈബ് റളിയല്ലാഹുവിൻ്റെ കഥ പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് കഥാപ്രസംഗം